ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫെബ്രുവരി 25 ആറ്റുകാൽ പൊങ്കാല ദിവസമാണ്. ആത്മസായുജ്യം തേടി ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പൊങ്കാലിടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കവടിയാർ ഭാഗത്താണ്. ഇവിടെ കണ്ടില്ലേ, അവരെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കലങ്ങളൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. അടുപ്പിൽ തീ പകരുന്ന ആ ഒരു സമയത്തിന് വേണ്ടി അവരെല്ലാം ഒരുക്കി വെച്ച് തയ്യാറായിട്ടിരിക്കുകയാണ്. ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളായിരിക്കും വിവിധ സ്ഥലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നത്. നെടുമങ്ങാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. 10-20 വർഷം കൊണ്ട് പൊങ്കാലയിടാൻ വരികയാണ്. വന്നതിൽ ഞങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാലയിട്ടതിൽ ഞങ്ങൾക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. നല്ല കാര്യം എന്തെങ്കിലും നമ്മൾ വിചാരിച്ചാൽ അമ്മ സാധിച്ചു തരുന്നുണ്ട്. പൊങ്കാല ഇടാൻ വന്നതിൽ ഞങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായിട്ടേ ഉള്ളൂ. അമ്മ ആരോഗ്യം തന്നാലും ഞങ്ങൾ ഇനിയും പൊങ്കാല ഇടാൻ വരും. പിന്നെ പൊങ്കാല ഇടാൻ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഞാൻ 20 വർഷം കൊണ്ട് ആറ്റുകാലിൻ്റെ നടയിലാണ് പൊങ്കാല ഇടുന്നത്. അപ്പം കാല് വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിടുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഈ പൊങ്കാല സമയത്ത് അവർക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടുത്തെ ട്രിവാൻഡ്രം നേറ്റീവ്സ് ആണ്. പക്ഷെ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടാൻ വരുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഭക്തി നിർഭരമായ ഈ ഒരു സാഹചര്യത്തിൽ ആറ്റുകാലമ്മയ്ക്ക് വഴിപാട് അർപ്പിക്കാൻ വേണ്ടി വന്നത് വളരെയധികം ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, ഇത് ശരിക്കും തിരുവനന്തപുരത്തുകാരുടെ മാത്രമല്ല, എല്ലാവരുടെയും ഒരു ഉത്സവമാണ്. ശരിക്കും ഭയങ്കര ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. ഇന്നലെ തന്നെയാണെങ്കിലും 2 ദിവസമായിട്ട് ആരും ഉറങ്ങാതെ എല്ലാവരും അമ്പലനടയിലും റോഡുകളിലും പരിപാടികളും നല്ല ആഘോഷമായിട്ട് തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു വല്ലാത്തൊരു നല്ല ഫീലിംഗ് ആണത് തരുന്നത് നമുക്ക്. വളരെ സന്തോഷം. പൊങ്കാലയിടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല ആശംസ. ഞങ്ങൾ വരുന്നത് ഗോവയിൽ നിന്നാണ്. ഞാൻ ഇതുവരെ ടി വിയിൽ മാത്രമേ ആറ്റുകാൽ പൊങ്കാല കണ്ടിട്ടുള്ളൂ. അന്ന് മുതലുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ വന്ന് പൊങ്കാല ഇടണമെന്ന്. ഈ വർഷമാണ് അത് സാധിച്ചത്. ഇവിടെ ഞങ്ങളുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. കൂട്ടുകാരൊപ്പമാണ് ഞങ്ങളിവിടെ പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളെല്ലാവരുടെയും പൊങ്കാല ആശംസകൾ. ചെറിയ പ്രായം മുതൽ തുടങ്ങിയതാണ്. എന്നെ ഒരു 7 വയസ്സോട്ടൊക്കെ ഞാൻ പോയി തുടങ്ങി. പിന്നെ അമ്മയുടെ കൂടെയൊക്കെ പോയി തന്നെത്താനെ പോയി തുടങ്ങിയിട്ട് വർഷങ്ങളായി, കുറച്ച് ആൾക്കാരുമായിട്ട്. പക്ഷേ ആറ്റുകാലാണ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് കാലമുണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഇന്നും രാവിലെ ആറ്റുകാലിൽ പോയി മോൻ്റെ കൊച്ചിന് താലപ്പൊലിയൊക്കെ എടുത്തിട്ടാണ് ഇപ്പം ഇവിടെ വന്നത്. ഒരുപാട് അനുഭവങ്ങൾ കുറേ ഉണ്ട്. അങ്ങനെയല്ല, ഒരിക്കൽ ഞങ്ങൾ പോയിട്ട് ഈ 2 കുട്ടിയൊക്കെ താലപ്പൊലി എടുക്കാൻ അവിടെ പോയിട്ട് വളരെ പ്രയാസം, ഭയങ്കര മഴയായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ അവസ്ഥയെന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ ആ ദേവി ഞങ്ങളെ സഹായിച്ചു. കാരണം ഈ കൊച്ച് അങ്ങ് വല്ലാണ്ടങ്ങ് കുഴഞ്ഞ് തളർന്ന് നമ്മൾ തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചില്ല. പക്ഷെ ആ കാലം അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ മറക്കാൻ പറ്റാത്ത അനുഭവം. ഞാൻ ഇന്നും പറഞ്ഞു, എൻ്റെ ചെറുതിലേ മുതൽ താലപ്പൊലി എടുക്കാനും പൊങ്കാല ഇടാനും വന്നിട്ട് ഇവരെ 2പേരെയും കൊണ്ടുപോയ ഒരു അനുഭവം എന്നുവെച്ചാൽ അത്രയ്ക്കങ്ങ് ഇടിച്ച് തെരുക്കി പോയിട്ട് ഞങ്ങളെ ദേവി ഞങ്ങളെ കൊണ്ട് തിരിച്ചു തന്നു. ഞങ്ങൾക്ക് ആളുമായിട്ട് ആൾ കുറവായിരുന്നു അന്ന്. പക്ഷെ ഞങ്ങൾക്ക് ആളെ ദേവി വിട്ടതുപോലെ വിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ട് തന്നു. ഞങ്ങൾ അങ്ങനെ വയ്ക്കുന്നു. ഇത് മണ്ടപ്പുറ്റാണ്. ഇത് നമ്മുടെ തലവേദനയും തലയിലുള്ള എല്ലാ അസുഖങ്ങളും മാറുന്നതിന് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു വഴിപാടാണ്. ഇത് അരിപ്പൊടി, ശർക്കര, നെയ്യ്, പയറുപൊടി ഇതെല്ലാം കൂടി ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. അമ്മേ ശരണം, ദേവി ശരണം.
ദേവിയുടെ തിരുസന്നിധിയിൽ വന്നതിന് പൊങ്കാല ഇടുവാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അമ്മയുടെ നിറസാന്നിധ്യം എല്ലാവർക്കും ലഭിക്കണം. ഞാൻ 5-6 വർഷമായി പൊങ്കാല ഇട്ടിട്ട്. പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും ദേവി അമ്മ തരും. അപ്പം നമുക്ക് എന്ത് കഷ്ടവും ദുഃഖവും വന്നാലും നമ്മുടെ അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാലയിട്ട് സമർപ്പിച്ച് നമ്മുടെ സർവ്വ ദുഃഖങ്ങളും ഏറ്റുപറഞ്ഞ് നമുക്കത് തീർച്ചയായിട്ടും ഒരു പുതിയൊരു അനുഭവം തന്നെയാണ്. അമ്മ അത് സാധിച്ചു തരികയും ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ വർഷം നമ്മൾ പൊങ്കാല ഇടാൻ വരുന്നത്. കൊല്ലം കലയമ്മകത്തിനാണ് വരുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ കൊറോണ സമയത്ത് വരൂലായിരുന്നു. 2 വർഷം കൊണ്ട് വീട്ടിലായിരുന്നു ഇടുന്നത്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഇവിടെയാണ് വന്നിട്ടത്. ഒരു പ്രാവശ്യം വരാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണത്. ഞാനിപ്പോൾ വന്നതാണ്. കേട്ടില്ലേ, പൊങ്കാലയെ കുറിച്ച് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളും കഥകളും ഉണ്ടായിരിക്കും പറയാനായിട്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ട താലൂക്ക് ഓഫീസിന് മുൻവശത്താണ്. ഇനി ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിടാൻ സമർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് പൊങ്കാലയിടാൻ പറ്റിയില്ല, അതിൻ്റെതായ ഒരു വിഷമവും എനിക്കുണ്ട്. പക്ഷേ ഈ വർഷം എനിക്ക് നന്നായിട്ട് വരാനും എനിക്ക് അമ്പലത്തിൽ തൊഴാനും എല്ലാത്തിനുമുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഓരോ ഭക്തരും ആഗ്രഹിക്കുന്നതാണ് അമ്പലത്തിൽ വരണം, അമ്മയെ ദേവിയെ കാണണം, പിന്നെ ദേവിയുടെ മുമ്പിൽ തൊഴണം, പൊങ്കാല സമർപ്പിക്കണം. ഇതെല്ലാം ഓരോ ഭക്തരുടെയും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും പൊങ്കാലയ്ക്ക് റെഡിയായിരിക്കുന്നു. അനുഭവം ഓരോ പ്രാവശ്യം വരുമ്പോഴും നല്ല നല്ല അനുഭവങ്ങളാണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഞങ്ങൾക്ക് പൊങ്കാലയിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഈ പൊങ്കാല സമർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല ആശംസകൾ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഈ ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും പേരിലും എൻ്റെ പേരിലും പൊങ്കാല ആശംസകൾ അർപ്പിക്കുന്നു. ഞങ്ങൾ കഴക്കൂട്ടത്തു നിന്നാണ് വരുന്നത്. അമ്മയൊക്കെ എല്ലാ വർഷവും പൊങ്കാല ഇടാറുള്ളതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് കോവിഡിന് മുന്നേ ആയിട്ട് ഒരു തവണ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അന്ന് എനിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. ദേവിയിലുള്ള വിശ്വാസം കൊണ്ട് എല്ലാം നന്നായിട്ട് നടക്കുന്ന വിശ്വാസം കൊണ്ട് പൊങ്കാല ഇടുകയാണ്. ഈ വർഷം എല്ലാ വർഷത്തെക്കാട്ടിലും ഭയങ്കര ചൂടാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഈ മരത്തിന്റെ തണലിന്റെ താഴെ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇന്നത്തെ ദിവസം പൊങ്കാല ഇടാൻ ഭാഗ്യം കിട്ടിയ എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വക പൊങ്കാല ആശംസകൾ. വർഷങ്ങളായി കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലത്ത് നിന്നും ആറ്റുകാലമ്മയുടെ മണ്ണിൽ പൊങ്കാലയിടാനായിട്ട് വരുന്ന പതിവുണ്ട്. ആറ്റുകാലമ്മയുടെ പൊങ്കാല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അമിത വിശ്വാസം എന്ന് പറഞ്ഞാൽ ആയുസ്സും ആരോഗ്യവും ഉദ്യോഗവും വേണ്ടുന്ന എല്ലാം അഭയമരുളുന്ന ഒരു അമ്മയായിട്ടാണ് ഞങ്ങൾ ആറ്റുകാലമ്മയെ കാണുന്നത്. എല്ലാ വർഷവും ഞങ്ങൾക്കിവിടെ വരുവാൻ ഉള്ള പ്രചോദനമായിട്ട് അമ്മ എല്ലാവരിലും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ഈ വർഷത്തെ ആറ്റുകാലമ്മയുടെ പൊങ്കാലയ്ക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. കൊറോണ ആയപ്പോഴാണ് വരാൻ പറ്റിയില്ല. എന്നാലും അമ്മയുടെ അനുഗ്രഹം ഞങ്ങളിൽ എപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് പൊങ്കാല ഇട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിഷമമാണ്. അതുകൊണ്ട് എങ്ങനെയായാലും ഞങ്ങളിവിടെ എത്തിപ്പറ്റും. ഈ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒക്കുന്നിടത്തോളം എന്നും ഞങ്ങൾ പൊങ്കാല ഇടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്മയാണ് ആറ്റുകാലമ്മ. ആറ്റുകാലമ്മയെ വിശ്വസിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പുരാണം. പക്ഷേ അത് സത്യമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ് ആറ്റുകാലമ്മ. ഞങ്ങളെ ആറ്റുകാലമ്മയുടെ നടയിൽ പൊങ്കാലയിടും, തെരളി ഉണ്ടാക്കും, മണ്ടപ്പിറ്റുണ്ടാക്കും. വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ. അത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഒരെണ്ണം പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഞങ്ങൾ വിഷമം വരുമ്പോൾ ഞങ്ങൾ ഓരോന്ന് നേർച്ച നേരും അമ്മയ്ക്ക്. അത് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും ഒരു വിഷമകരമായ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊങ്കാല ഇടാൻ വന്നത്. അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പത്ത് വർഷമായി ഞങ്ങൾ പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്, തിരുവല്ല താലൂക്ക്, പരുമല. 10 വർഷം കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് സമാധാനമാണ്. ഇവിടെ വന്ന് പൊങ്കാല ഇട്ടേച്ച് പോകണം. ഒരു വർഷം വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമാണ്. എല്ലാം കൊണ്ട് നല്ലതാണ്. അനുഭവം ഒത്തിരിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഉണ്ട്. എൻ്റെ ഈ മോളുണ്ടായത് ഞങ്ങളിവിടെ വന്ന് പൊങ്കാലയിട്ട. അതുപോലെ ഞാൻ ആളിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രഗ്നൻ്റായ ഒരു മോള് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ വന്നേച്ച് വീട്ടിൽ ചെന്നപ്പം ഞങ്ങൾ ഓർത്ത് പോകുമായിരിക്കുന്നു. പക്ഷേങ്കിൽ അവൻ ഇന്ന് വന്നിട്ടുണ്ട് പൊങ്കാലയിടാനായിട്ട്. ആ മോൻ ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. സ്ഥിരമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. വണ്ടി പിടിച്ചാണ് വരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ 29 പേര് വന്നിട്ടുണ്ട് വണ്ടി പിടിച്ച്. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ വണ്ടി പിടിച്ചാണ് വരുന്നത്. പിന്നെ എന്താണ്ട് ഈ മോള് ശാല സ്വാധീനക്കുറവ്, അവൾ വരെയും വരുന്നുണ്ട് പൊങ്കാലയിടാൻ. അവൾക്കും ഓരോ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോഴിതാ പൊങ്കാല അടുപ്പുകളിലൊക്കെ എല്ലാവരും തീ കത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. പ്രസാദം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ അവര് തീ കത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും പൊങ്കാല അടുപ്പുകളിലൊക്കെ തീ പകർന്നിട്ട് അവർ കൈകൂപ്പി പ്രാർത്ഥനയോടുകൂടി അവർ നിൽക്കുകയാണ്. അവരുടെ ഓരോ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ, പൂർത്തിയാക്കാൻ അവരെ പ്രാർത്ഥനയോടുകൂടി ആ പൊങ്കാല അടുപ്പുകളിലൊക്കെ തീ പകർന്ന് എല്ലാവരും പ്രാർത്ഥനാ നിരതരായിട്ട് നിൽക്കുകയാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പൊങ്കാല കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.